നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ അതിർത്തി രേഖകൾ. ഇന്ത്യയുടെ അതിർത്തി രേഖകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണെന്നറിയാമോ? ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. റാഡ്ക്ലിഫ് ലൈൻ. അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവെക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ രാജസ്ഥാനാണ്. അതുപോലെ തന്നെ ഇന്ത്യയെയും ചൈനയെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ ഏതാണ്? ഇന്ത്യയെയും ചൈനയെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ. അതുപോലെ തന്നെ ലോക ജനസംഖ്യയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ലോക ജനസംഖ്യയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ലോക ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ചൈനയാണ്. അതുപോലെ തന്നെ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ഡ്യൂറൻഡ് ലൈൻ. ഏതാണ്? ഡ്യൂറൻഡ് ലൈനാണ്. ഇന്ത്യയുമായി ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. കേട്ടോ, ഓർത്തു ചൂടുക. ഇന്ത്യയുമായിട്ട് ഏറ്റവും കുറച്ച് കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യം ഏതാണ്? അഫ്ഗാനിസ്ഥാനാണ്. അതുപോലെ തന്നെ ഇന്ത്യയെയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നു. ആൻസർ പാക് കടലിടുക്കാണ്. ഓർത്തു ചൊല്ലുക. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്നു പാക് കടലിടുക്ക്. ഇന്ത്യയുമായിട്ട് സമുദ്ര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യമാണിത് ശ്രീലങ്ക. അതുപോലെ തന്നെ ഇന്ത്യയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നു 8 ഡിഗ്രി ചാനൽ. ഓർത്തു ചൊല്ലുക. ഇന്ത്യയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്നു 8 ഡിഗ്രി ചാനലാണ്. അതുപോലെ തന്നെ ഇന്ത്യയും ബംഗ്ലാദേശിനെയും തമ്മിൽ വേർതിരിക്കുന്നു ഏതാണ്? തീൻ ബേഗ കോറിഡോർ. അതുപോലെ തന്നെ ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഏതാണ്? ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കുവെക്കുന്ന രാജ്യമാണേത്? ബംഗ്ലാദേശാണ്. അതുപോലെ തന്നെ ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവെക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറഞ്ഞാൽ 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി ഈസ്റ്റ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രാമാണിക സമയം സെറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തർപ്രദേശിലെ അലഹബാദിലെ മിർസാപൂറാണ്. ഇന്ത്യൻ സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. തെറ്റിപ്പോകരുത് കേട്ടോ. പിന്നിലല്ല, ഗ്രീൻവിച്ച് സമയത്ത് അതേ സമയവുമല്ല, ഗ്രീൻവിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ് ഇന്ത്യൻ സമയം. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻസ് വളരെയധികം യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസേ പറഞ്ഞുള്ളൂ. ഈ ക്വസ്റ്റ്യൻസ് വളരെ യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. പല പരീക്ഷകൾക്കൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓർത്ത് വെച്ചുകൊള്ളുക. അതെന്ത് ചെയ്യും? പരീക്ഷകളിൽ ഉപകാരപ്പെട്ടേക്കാം കേട്ടോ.